ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിൽ ഒരു സ്റ്റോറി കൂടിയുണ്ട്. ക്രോ ബോയ് എന്നാണ് പേര്. അത് പഠിക്കാം കേട്ടോ. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ഓഫ് എ ഷൈ ആൻഡ് ക്വയറ്റ് ബോയ് ഹു ഹാഡ് ഇൻക്രെഡിബിൾ ടാലൻസ് ദാറ്റ് മെയ്ഡ് ഹിം സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ. എന്താണ്, നമുക്ക് ഒരു കുട്ടിയെ പരിചയപ്പെടാം. എങ്ങനെയാണ് ഒരു കുട്ടിയെക്കുറിച്ച് പഠിക്കാം. വളരെ നാണമുള്ളതും, ഷൈ എന്ന് പറഞ്ഞാൽ നാണമാണ്, വളരെ ക്വയറ്റ് ശാന്തശീലനുമായിട്ടുള്ള ഒരു കുട്ടിയാണ്. എന്നാൽ ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ്, ഒരുപാട് ടാലൻ്റ് ഉള്ള കുട്ടിയാണ്. അവനെ അവൻ്റെതായ രീതിയിൽ അവനെ സ്പെഷ്യലാക്കുന്ന കുറേ ടാലൻസ് അവനുണ്ട്. അവസാന ഭാഗത്തേക്ക് അവനങ്ങനെ ടാലൻ്റായി മാറുന്നു എന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് നോക്കാം സ്റ്റോറി. ക്രോ ബോയ്. എന്താണ് ക്രോ എന്ന് പറഞ്ഞാൽ? കാക്കയാണ് അല്ലേ. എന്തോ കാക്കയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോറിയാണ്. ഓക്കെ, ക്രോ ബോയ് ബൈ ടാരോ യാഷിമ. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ one of the boys was found missing. സ്കൂളിലെ ആദ്യത്തെ ദിവസം ഒരു ആൺകുട്ടിയെ കാണുന്നില്ല. was found missing, കുട്ടിയെ കാണാണ്ടായി. he had hidden himself in a cellar in the school house. സ്കൂളിലെ തന്നെ ചെറിയൊരു നിലവറയിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു അവൻ. he had hidden himself in a cellar in the school house. none of us knew him. ഞങ്ങൾക്ക് ആർക്കും അവനെ അറിയില്ലായിരുന്നു. he was dark and small. വളരെ കറുത്തിരുണ്ട ചെറിയൊരു കുട്ടിയായിരുന്നു അവൻ. He looked different from the other students. എന്നാൽ മറ്റു കുട്ടികളിൽ നിന്ന് ടോട്ടലി വ്യത്യസ്തനായിരുന്നു അവൻ കാണാനില്ല. He lived on the other side of the mountain. ഒരു വലിയൊരു കുന്നുണ്ട് അവിടെ അല്ലേ, ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൻ്റെ അപ്പുറത്തെ വശത്ത് അതർ സൈഡിലായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. Because of his size, he was nicknamed Chibi, which meant ടൈനി ബോയ്. എന്താണ്, അവൻ്റെ സൈസ് കൊണ്ട് അവനെ ചിബി, വിച്ച് മെന്റ് അപ്പനീസിൽ ചെറിയത്, വളരെ ചെറുത് എന്നുള്ള അർത്ഥമാണ്. ടൈനി ബോയ്, ചെറിയ കുട്ടി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദിസ് സ്ട്രേഞ്ച് ബോയ് വാസ് ടു സ്കെയർഡ് ഓഫ് അവർ ടീച്ചർ ടു ലേൺ എനിത്തിങ്. എന്താണ്, ഈ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കുട്ടിക്ക് ഞങ്ങളുടെ ടീച്ചറെ ഭയങ്കര പേടിയായിരുന്നു. എന്തെങ്കിലും ഒരു പുതിയ കാര്യമൊന്നും അവൻ പഠിക്കാൻ ക്ലാസ്സിലൊന്നും അവൻ റെഡി ആയിരുന്നില്ല. ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. മറ്റു കുട്ടികളുടെ കൂടെ കൂട്ടുകൂടാനും അവന് ഭയങ്കര പേടിയായിരുന്നു. So he was left alone at study time and play time. He was always at the back of a class and at the end of a line. എന്താണ്, അവൻ എപ്പോഴും അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കും. ലെഫ്റ്റ് അലോണോ അല്ല, കളിക്കുന്ന സ്ഥലത്തായിക്കോട്ടെ പഠിക്കുന്ന സ്ഥലത്തൊക്കെ അവൻ ഒറ്റയ്ക്കാണ് മാറിയിരിക്കുക. ഒരു ലൈൻ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വരിയിൽ പോയി നിൽക്കും, ഏറ്റവും ലാസ്റ്റത്തെ കുട്ടിയായിട്ട് പോയി നിൽക്കും. ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ പോയിരിക്കും. അങ്ങനെ അവനായിരുന്നു ഏറ്റവും എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്നൊരു കുട്ടിയായിരുന്നു ചിബി. ബട്ട് ചിബി ഫൗണ്ട് മെനി വേസ് ടു പാസ് ദ ടൈം ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്. എന്താണ്, അവനെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്താൽ അല്ല, അവനെ തന്നെ സന്തോഷിപ്പിക്കാൻ അവൻ ഒരുപാട് കാര്യങ്ങൾ അവൻ തന്നെ കണ്ടുപിടിച്ചിരുന്നു. ചിബി തന്നെ കണ്ടുപിടിച്ചിരുന്നു. ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം. എന്താണ്, അവൻ്റെ ടേബിളിൻ്റെ മുകൾ വശത്തേക്ക് തന്നെ അവൻ കുറേ നേരം നോക്കി നിൽക്കും. ടൈംസ് ഹി വുഡ് ലൈ ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ അവേഴ്സ്. എന്താണ്, കുറേ നേരം മേലെ എന്താണ് സീലിങ്ങിലേക്ക് അല്ലെ, നമ്മുടെ മേൽക്കൂരയിലേക്ക് തുറച്ചു നോക്കി കൊണ്ട് നിൽക്കും. ദർ വർ മെനി തിങ്സ് ടു ഇൻട്രസ്റ്റ് ഹിം. അവന് താല്പര്യമുള്ളതായിട്ട് ഒരുപാട് വിഷയങ്ങൾ അവനുണ്ട്. അവനെ താല്പര്യമുള്ളവനാക്കാൻ വേണ്ടി ഒരുപാട് വിഷയങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ദ ഡിസൈൻ ഓൺ ദ ഷർട്ട് ഓഫ് എ ബോയ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹിം. അടുത്തിരിക്കുന്ന കുട്ടിയുടെ ഷർട്ടിൻ്റെ ഡിസൈൻ. ഓർ വാട്ട് ഹീ കുഡ് സീ ഔട്ട് ഓഫ് ദ വിൻഡോ. വിൻഡോയുടെ പുറത്തേക്ക് നോക്കിയാൽ എന്തൊക്കെയാണോ കാണുക, അതൊക്കെ അവന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ചിബി വുഡ് ജസ്റ്റ് ക്ലോസ് ഹിസ് ഐസ് ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട്സ് ദാറ്റ് കെയിം ഫ്രം നിയർ ആൻഡ് ഫാർ. എന്താണ്, പ്ലേ ഗ്രൗണ്ടിൽ എത്തിയിട്ടാകുമ്പോൾ അവൻ കണ്ണടച്ചിരുന്നിട്ട് അടുത്തുനിന്നും ദൂരെ നിന്നൊക്കെ കേൾക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള അല്ലേ, വളരെ എന്താണ് വെറൈറ്റി ആയിട്ടുള്ള സൗണ്ട്സ് കേൾക്കും. സോ അവന് അത്ഭുതമായി തോന്നുന്ന, വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള അത്ഭുതമുള്ളതെന്നൊക്കെയാണ്. അപ്പോൾ അവന് അത്ഭുതമായി തോന്നുന്ന എല്ലാ സൗണ്ട്സും അവൻ എന്ത് ചെയ്യും, കണ്ണടച്ചിരുന്ന് അവനത് കേൾക്കുമായിരുന്നു, ആസ്വദിക്കുമായിരുന്നു അല്ലേ. യെസ്. ആൻഡ് ഹി കുഡ് ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട്സ് ആൻഡ് ഗ്രബ്സ് that most of us wouldn't touch or even look at. എന്താണ്, അവൻ ഇഷ്ടത്തോടു കൂടി എടുത്ത് കയ്യിൽ പിടിച്ച് കളിക്കുമായിരുന്നു. എന്തിനാണ്? ഇൻസെക്ട്സിനെ. ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ ഷഡ്പദങ്ങൾ, എട്ടുകാലി, പാറ്റ പോലെയുള്ള സാധനങ്ങൾ, അതാണ് ഇൻസെക്ട്സ്. പിന്നെയോ ഗ്രബ്സ് എന്ന് പറഞ്ഞാൽ പുഴുക്കളാണ് കേട്ടോ. അതിനെയൊക്കെ എന്താണ് അവനെടുത്ത് കൈകളിൽ പിടിച്ച് അതിനെ കൊണ്ടൊക്കെ കളിക്കുമായിരുന്നു. നമ്മൾ എന്താണ്, ദാറ്റ് മോസ്റ്റ് ഓഫ് us, നമ്മൾ പലരും വുഡിൻ ടച്ച് ഓർ ഈവൻ ലുക്ക് ആയിരുന്നു. നമുക്കതിനെ ടച്ച് ചെയ്യാനോ നോക്കാൻ പോലും ഇഷ്ടമില്ലാത്തതാണ് അല്ലേ. പുഴുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു അറപ്പുള്ള സംഭവമാണ്. സോ അതിനൊക്കെ ഇവൻ എന്ത് ചെയ്യായിരുന്നു, എടുത്ത് കയ്യിൽ പിടിച്ച് കളിക്കുമായിരുന്നു. എവ്രി വൺ കോൾഡ് ഹിം സ്ലോ പോക്ക്, ഈവൻ ദ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്സസ്. എന്താണ്, അവനെ എല്ലാവരും എന്താണ് വിളിക്കുക? സ്ലോ പോക്ക്, അതായത് മടിയൻ, മന്ദഗതിക്കാരൻ എന്നൊക്കെയാണ് വിളിക്കുക. അതാണ് അർത്ഥം കേട്ടോ. സ്ലോ പോക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്, വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ മടിയൻ, അലസനായിട്ട് നടക്കുന്ന കുട്ടി എന്നുള്ള അർത്ഥമാണ്. ആരാണ്? ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പോലും അവനെ അങ്ങനെയാണ് വിളിക്കുക. അവനെക്കാളും താഴത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അവനെ സ്ലോ പോക്ക് എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. ബട്ട് സ്ലോ പോക്ക് ഓർ നോട്ട്,
ചിബി കെയിം ട്രഡ്ജിങ് ടു സ്കൂൾ എവറി ഡേ. എന്താ പറയുന്നത്? സ്ലോപ്പ് വാക്ക് ആയിക്കോട്ടെ അല്ല ആയിക്കോട്ടെ, അവൻ എല്ലാ ദിവസവും വളരെ കഷ്ടപ്പെട്ട് അല്ലേ, വലിഞ്ഞഴഞ്ഞെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടായിരുന്നു അവൻ സ്കൂളിലേക്ക് എങ്ങനെയെങ്കിലും അവൻ എത്തുമായിരുന്നു. ഹി ഓൾവേസ് ബ്രോട്ട് ദ സെയിം ലഞ്ച്, എ ബോൾ ഓഫ് റൈസ് റാപ്ഡ് ഇൻ എ റാഡിഷ് ലീഫ്. എന്താണ്, അവൻ എല്ലാ ദിവസവും സെയിം ലഞ്ച് തന്നെയാണ് കൊണ്ടുപോകുക. ഒരു ഉരുള ചോറ്. അതെങ്ങനെയാണ്? റാഡിഷിൻ്റെ ലീഫിൽ പൊതിഞ്ഞിട്ട്, മുള്ളങ്കി, റാഡിഷിൻ്റെ മുള്ളങ്കിയാണ് അല്ലേ, മുള്ളങ്കി ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ഉരുള ചോറായിരുന്നു അവൻ എല്ലാ ദിവസവും ലഞ്ചിന് വേണ്ടി കൊണ്ടുവരിക. ഈവൺ വെൻ ഇറ്റ് റെയിൻഡ് ഓർ സ്റ്റോംഡ് ഹി സ്റ്റിൽ കെയിം ട്രഡ്ജിങ് അലോങ്. എന്താണ്, വലിയ കാറ്റും മഴയും ഉണ്ടായാൽ പോലും അവൻ ആ ഒരു രീതിയിൽ തന്നെ പതുക്കെ വലിഞ്ഞെഴിഞ്ഞ് തന്നെ അവൻ ആയാസപ്പെട്ട് അവൻ സ്കൂളിലേക്ക് വന്നിരുന്നു. ഹി വുഡ് ദെൻ ബി റാപ്ഡ് ഇൻ എ റെയിൻ കോട്ട് മെയ്ഡ് ഫ്രം സീബ്ര ഗ്രാസ്. എന്താ പറയുന്നത്? അങ്ങനെ വലിയ മഴയും കാറ്റൊക്കെ ഉള്ള സമയം എന്ത് ചെയ്യായിരുന്നു? സീബ്ര ഗ്രാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു റെയിൻ കോട്ട് ഇട്ടിട്ടായിരുന്നു വരിക. ആ ചിത്രം കണ്ടോ? അതാണ് സീബ്ര ഗ്രാസ് കേട്ടോ. അതിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു റെയിൻ കോട്ട് അതിട്ടിട്ടാണ് അവൻ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. 5 years went by. അങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോയി. ആൻഡ് വി വെയർ ഇൻ ദ 6th grade. ഞങ്ങളൊക്കെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു. ദ ലാസ്റ്റ് ക്ലാസ് ഇൻ സ്കൂൾ. ആ സ്കൂളിൽ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സാണ്, 6ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. സോ ഞങ്ങൾ 6ാം ക്ലാസ്സിലൂടെ പഠിക്കുന്ന സമയം. അപ്പോൾ എന്താ സംഭവിച്ചത്? അവർ ന്യൂ ടീച്ചർ മിസ്റ്റർ ഐസോപ്പ് വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് എ കൈൻഡ് സ്മൈൽ. പുതിയ ടീച്ചർ വന്ന സ്കൂളിലേക്ക് ഐസോപ്പ് എന്ന പേരായിട്ട് അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ എല്ലാവരോടും സ്നേഹവും ദയവും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നല്ലൊരു കൈൻഡ് ആയിട്ടുള്ള സ്മൈൽ അല്ലേ, നല്ല ദയോടുകൂടി പുഞ്ചിരിക്കുന്ന ആളായിരുന്നു മിസ്റ്റർ ഐസോപ്പ്. ഇറ്റ് വാസ് മിസ്റ്റർ ഐസോപ്പ് ഹു ചേഞ്ച് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി. ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിനെ മാറ്റിയത്, ഞങ്ങൾ എങ്ങനെയാണോ ചിബിയെ നോക്കിയത് ആ കാഴ്ചപ്പാടിനൊക്കെ മാറ്റിയെടുത്തത് ഈ സാറായിരുന്നു, മിസ്റ്റർ ഐസോപ്പ് ആയിരുന്നു. മിസ്റ്റർ ഐസോപ്പ് ഓഫൻ ടുക്ക് ഹിസ് ക്ലാസ് ടു ദ ഹിൽ ടോപ്പ് ബിഹൈൻഡ് ദ സ്കൂൾ. സാർ എപ്പോഴും എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ ഹിൽ ടോപ്പിന്, കുന്നിൻ്റെ മുകളിലുള്ള ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു ക്ലാസ് എടുക്കുക. കുന്നിൻ്റെ മുകളിലേക്ക് ഞങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ് അദ്ദേഹം എടുക്കുക. ഹി വാസ് പ്ലീസ്ഡ് to learn that Chibi knew all the places where the wild grapes and wild potatoes grew. എന്താണ്, അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. ഈ ചിബിക്ക് ആ ഏരിയയിൽ വൈൽഡായിട്ടുള്ള ഗ്രേപ്സ്, മുന്തിരി കിട്ടും അല്ലേ, മുന്തിരി കിട്ടുന്ന സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ പൊട്ടറ്റോസ്, ഉരുളക്കിഴങ്ങ് അല്ലേ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം ഏതാണ്, ഒക്കെ കൃത്യമായിട്ട് ഷിബിക്ക് അറിയാമായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ ഈസോപ്പിന് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. ഹി വാസ് അമേസ്ഡ് ടു ഫൈൻഡ് ഹൗ മച്ച് ഷിബി ന്യൂ അബൌട്ട് ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ അവർ ക്ലാസ് ഗാർഡൻ. എന്താണ്, സ്കൂളിൻ്റെ ക്ലാസ്സിൻ്റെ പൂന്തോട്ടമുണ്ട്, അവിടുത്തെ ഓരോ ഫ്ലവേഴ്സിനെ കുറിച്ചും ഷിബിക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയായിരുന്നു. അതറിയുമ്പോൾ തന്നെ സാറിന് ഒരുപാട് അമേസ്മെൻ്റ് ഉണ്ടായി, ഒരുപാട് സന്തോഷം, അത്ഭുതമൊക്കെ തോന്നി. ഹി ലൈക്ക് ചിബീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സ് ആൻഡ് ടാഗ് ദം അപ്പ് ഓൺ ദ വാൾ ഫോർ എവറി വൺ ടു സീ. ആ ചിബി വരച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരച്ച ചിത്രങ്ങളൊക്കെ സാറിന് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം അത് ഞങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് ചുമരിൽ പ്രദർശിപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ പതിപ്പിച്ചു. ടാഗ്ഡ്, TACK എഴുതി പ്രദർശിപ്പിച്ചു, അവിടെ പതിപ്പിച്ചു എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഹി ഓൾസോ ഹാഡ് നോ കംപ്ലയിൻറ്റ്സ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. അവിടെ ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചും അദ്ദേഹത്തിന് ഒരു കംപ്ലയിൻറ്റും ഉണ്ടായിരുന്നില്ല. ഓൺലി ഷിബി കുഡ് റീഡ് ഇറ്റ്. ചിബിക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ, എങ്കിൽ പോലും സാറിന് അതിനെക്കുറിച്ച് ഒരു കംപ്ലയിൻറ്റും ഇല്ലായിരുന്നു. മിസ്റ്റർ ഈസോപ്പ് ടാഗ് സം ഓഫ് വാട്ട് ഷിബി റോട്ട് ഓൺ ദ വാൾ. അതും എന്ത് ചെയ്തു? ഷിബി എഴുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ അതും ഈസോപ്പ് എന്ത് ചെയ്തു? വാളിൻ്റെ മേലെ പ്രദർശിപ്പിച്ചു. And he often spent time talking to Shibi when no one was around. ആരും ഇല്ലാത്ത സമയത്ത് കൂടി കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് ഷിബിയുടെ കൂടെ ഇരുന്ന് ഐസോപ്പ് സാർ എന്ത് ചെയ്യായിരുന്നു? കുറേ നേരം സംസാരിക്കുമായിരുന്നു. When Shibi appeared on the stage at the talent show of that year, no one could believe his eyes. എന്താ പറയുന്നത്? ആ വർഷത്തെ ടാലൻറ്റ് ഷോയിൽ ഷിബി സ്റ്റേജിൻ്റെ മുകളിൽ കണ്ടപ്പോൾ ഒരാൾക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞേ. ഇവൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ആർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹൂ ഇസ് ദാറ്റ്? ഇതെന്ത് ഇവൻ വന്ന് നിൽക്കുന്നത്? ഹൂ ഇസ് ദാറ്റ്? ഷിബിയോ എന്നുള്ള അത്ഭുതത്തോടുകൂടി എല്ലാവരും ചിന്തിച്ചു. വാട്ട് ക്യാൻ ദറ്റ് സ്റ്റുപ്പിഡ് ഡു അപ്പ് ദർ? ഈ സ്റ്റുപ്പിഡിനല്ലേ, ഈ പൊട്ടനായിട്ടുള്ള ഇവൻ എന്ത് ചെയ്യാൻ പറ്റും അവിടെ നിന്നിട്ട്, ഈ ടാലൻറ്റ് ഷോയിൽ വന്ന് നിന്നിട്ട് എന്ന് എല്ലാവരും ചിന്തിച്ചു. But they were astounded when Mr. Aesop announced that Chibi was going to imitate the cries of crows. എല്ലാവരും അത്ഭുതപ്പെട്ടു. എപ്പോൾ മിസ്റ്റർ ഐസോപ്പ് അനൗൺസ് ചെയ്തു എന്താണ്, ഈ ചിബി കാക്കകളുടെ സൗണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടു. എന്നിട്ടോ ക്രൈസ് ഓഫ് ക്രോസ്, കാക്കകളുടെ കരച്ചിലോ, അത് ഇവനോ എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നു. ദേ ഹാഡ് മോർ സർപ്രൈസ് കമ്മിങ്. അവർക്ക് ഇനിയും ഒരുപാട് ആശ്ചര്യങ്ങൾ ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഹി അസെൻഡഡ് ദ സ്റ്റേജ്. എന്താണ്, ചിബി അങ്ങനെ പതുക്കെ വന്നിട്ട് സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറി.
ഫസ്റ്റ് ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ച്ഡ് ക്രോസ്. എന്താണ് പുതിയതായിട്ട് മുട്ട വിരിഞ്ഞ പാടുള്ള കുഞ്ഞു കാക്കകളുടെ സൗണ്ടാണ് ആദ്യം ഷിബി ഉണ്ടാക്കിയത്. ദെൻ ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് മദർ ക്രോ ആൻഡ് ഫാദർ ക്രോ. പിന്നീട് അമ്മ കാക്കയുടെയും അച്ഛൻ കാക്കയുടെയും ഒക്കെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തു, അനുകരിച്ചു. പിന്നെ ഹി ദെൻ വെൻറ്റ് ഓൺ ടു ഷോ ഹൗ ക്രോസ് ക്രൈഡ് ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെ എഴുന്നേറ്റപാട് കാക്ക എങ്ങനെയാണ് കരയാന്നുള്ളത് അവൻ കേൾപ്പിച്ചു തന്നു. ഹി ഓൾസോ ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ക്രോസ് വിച്ച് വെർ ഹാപ്പി ഓർ സാഡ്. സന്തോഷമുള്ള കാക്കകളുടെ സൗണ്ട് കേൾപ്പിച്ചു, സങ്കടമുള്ള കാക്കകളുടെ സൗണ്ടും ഷിബി സ്റ്റേജിൻ്റെ മേലിൽ നിന്ന് കേൾപ്പിച്ചു തന്നു. Everybody's mind was taken to the far mountain side from which Shibi came to the school. എന്താണ് എല്ലാവരും ഷിബി സ്കൂളിലേക്ക് വരുന്ന ആ ദൂരെയുള്ള മൗണ്ടെയിനെ കുറിച്ച് അല്ലെ ആ കുന്നിൻ്റെ ചെരുവിനെ കുറിച്ച് അവർ ആലോചിക്കാൻ തുടങ്ങി. Now they could imagine exactly the far and lonely place where Shibi lived with his family. അപ്പോൾ അവർക്ക് എല്ലാവരും ഇമാജിൻ ചെയ്യാൻ തുടങ്ങി എങ്ങനെയുള്ള സ്ഥലത്താണ് ഷിബി ജീവിക്കുന്നത്. കാരണം വളരെ ദൂരെയാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്താണ് എന്താണ് ഷിബിയും അവൻ്റെ പാരൻസും കൂടി ജീവിക്കുന്നത്. Then Mr. Aesop explained how Chibi had learned those calls, leaving his home for school at dawn and returning at sunset every day for 6 long years. എന്താണ് കഴിഞ്ഞ 6 വർഷമായിട്ട് എങ്ങനെയാണ് ചിബി സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്? രാവിലെ അല്ലേ, ഏർലി മോർണിംഗ് ഡോൺ, എന്താണ് ജസ്റ്റ് സൂര്യൻ ഉദിച്ചപാട് തന്നെ അവൻ സ്കൂളിലേക്ക് വരും. വൈകുന്നേരം അതുപോലെ ലേറ്റായിട്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമേ അവൻ വീട്ടിലെത്തുള്ളൂ. അങ്ങനെയാണ് ഈ 6 വർഷം അവൻ സ്കൂളിലേക്ക് വന്നിരുന്നത്. അത് മിസ്റ്റർ ഐസോപ്പ് അവിടെ വിവരിച്ചു. എവ്രി വൺ ഓഫ് us cried. ഞങ്ങൾക്കെല്ലാം സങ്കടം വന്നു, കരഞ്ഞു. പിന്നെയാണ് തിങ്കിങ് ഹൗ മച്ച് വി ഹാഡ് ബീൻ റോങ് ടു ചിബി ഓൾ ദീസ് ലോങ് ഇയേഴ്സ്. എന്താണ് ഇത്രയും നാൾ ഞങ്ങൾ എത്ര മോശമായിട്ടാണ് ചിബിയോട് പെരുമാറിയത് എന്നോർത്ത് ഞങ്ങളെല്ലാവരും സങ്കടപ്പെട്ട് കരഞ്ഞു. ഈവൻ ഗ്രോൺ-അപ്സ് വൈപ്ഡ് ദെയർ ഐസ് സെയിങ് യെസ് ഹി ഈസ് വണ്ടർഫുൾ. ഈവൻ പ്രായം കൂടി മുതിർന്നവർ പോലും പറഞ്ഞു, കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു യെസ് അവൻ ശരിക്കും വണ്ടർഫുൾ ആയിട്ടുള്ള കുട്ടി തന്നെയാണെന്ന് പറഞ്ഞു. വൈപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണുനീർ തുടയ്ക്കുക അല്ലേ. മുതിർന്നവർ പോലും കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു യെസ് അവൻ വണ്ടർഫുൾ ആണെന്ന് പറഞ്ഞു. Chibi was the only one in our class honored for perfect attendance through all the 6 years. എന്താണ് ഈ 6 വർഷത്തിൽ കൃത്യമായി അറ്റൻഡൻസ് ഉള്ളതിന് അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ എന്താണ് ആദരിക്കപ്പെട്ട ഒരേ ഒരു കുട്ടി ആരാണ്? ഷിബി മാത്രമാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ. നോക്കി ഇത്ര ദൂരത്ത് നിന്ന് വന്നിട്ട് പോലും ഒരു ദിവസം പോലും ആ കുട്ടി ലീവ് എടുക്കാണ്ട് സ്കൂളിൽ വന്നു. Chibi still came to the village to sell the charcoal he and his family made. ഇത് പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറയലാണല്ലോ. എന്താണ് അവൻ ഇപ്പോഴും ഗ്രാമത്തിൽ വരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവനും അവൻ്റെ പാരൻസും അവൻ്റെ വീട്ടുകാരും കൂടി ഉണ്ടാക്കിയ ചാർക്കോൾ വിൽക്കാൻ വേണ്ടി. എന്താണ് ചാർക്കോൾ എന്ന് പറഞ്ഞാൽ കരിയാണ് കേട്ടോ. ഇപ്പോൾ ഈ മരമൊക്കെ കത്തിയിട്ടുണ്ടാവുന്ന കരിക്കട്ട ഉണ്ടാവില്ല, അതാണ്. അത് വിൽക്കാൻ വേണ്ടി ഇപ്പോഴും അവൻ വില്ലേജിൽ വരാറുണ്ട്. ബട്ട് നോബഡി കോൾഡ് ഹിം ചിബി എനിമോർ. വി ഓൾ കോൾഡ് ഹിം ക്രോ ബോയ്. എന്താണ് അതിന് ശേഷം ആരും അവനെ ചിബി അല്ലേ, നീളമില്ലാത്തവൻ ചെറിയ കുട്ടി എന്നുള്ളതിൽ ഷിബി എന്നവനെ ആരും വിളിച്ച് കളിയാക്കിയില്ല. പിന്നീട് അവനെ എല്ലാവരും എന്താണ് വിളിച്ചത്? ക്രോ ബോയ് എന്നാണ് വിളിച്ചത്. ഹായ് ക്രോ ബോയ്. വി സ്റ്റിൽ ഹേർഡ് ഹിസ് ഇമിറ്റേഷൻസ് ഓഫ് എ ഹാപ്പി ക്രോ ആസ് ഹി റിട്ടേൺ ഹോം അലോങ് ദ മൗണ്ടൻ റോഡ്. എന്താണ് ഞങ്ങൾക്ക് ഇപ്പം കേൾക്കാൻ കഴിയുന്നുണ്ട് അവൻ സന്തോഷത്തോടു കൂടി അല്ലേ, ഒരു സന്തോഷമുള്ള കാക്കയുടെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അവൻ തിരിച്ച് അവൻ്റെ താമസ സ്ഥലത്തേക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത്, ആ വില്ലേജ് എന്താണ് മൗണ്ടൈൻ്റെ അടുത്തേക്ക് പോകുന്ന സൗണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും അവനെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ അവനെ അതിന് ശേഷം ചിബി എന്ന് വിളിച്ചില്ല, എന്താണ് വിളിച്ചത്? ക്രോ ബോയ് എന്ന് വിളിച്ചു.